നമ്മൾ വയനാട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ വരും ദിവസങ്ങളിലും തുടരും. സംശയമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ തിരച്ചിൽ. ഇന്നത്തെ തിരച്ചിലിൽ ചാലിയാർ തീരത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാൻ സർക്കാർ നടപടി തുടങ്ങി. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പിനും ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. മണ്ണെടുത്ത മനുഷ്യരെ തേടിയുള്ള ദുരന്ത ഭൂമിയിലെ തിരച്ചിൽ ഇനിയും തുടരും. പക്ഷേ സംശയമുള്ള ഇടങ്ങളിൽ മാത്രമായിരിക്കും തിരച്ചിൽ. താൽക്കാലിക പുനരധിവാസമടക്കമുള്ള അതിജീവന പ്രക്രിയകൾക്കായിരിക്കും ഇനി കൂടുതൽ പ്രാധാന്യം നൽകുക. NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തുടരുന്ന തെരച്ചിൽ ചാലിയാറിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 5 കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് തെരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. സംശയമുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും ഇനിയുള്ള തെരച്ചിൽ. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടുന്ന പ്രധാന ഭാഗങ്ങളിൽ തെരച്ചിൽ ഏറെക്കുറെ പൂർത്തിയായതായി ADGP MR അജിത് കുമാർ. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തെരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തെരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി 253 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം കെട്ടിട ഉടമകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താൽക്കാലിക പുനരധിവാസം. 14 ക്യാമ്പുകളിലായി 18 സംഘങ്ങളെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ആരുമില്ലാത്തവർക്കായി പ്രത്യേക കരുതൽ സംവിധാനം ഒരുക്കുമെന്നും വാഗ്ദാനം. മൃതദേഹഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധനാ നടപടികൾ ഉടൻ പൂർത്തിയാകും. ഇതോടെ തിരിച്ചറിയാതെ സംസ്കരിച്ചവരിൽ കൂടുതൽ പേരെക്കുറിച്ചുള്ള വ്യക്തത വരുമെന്നാണ് പ്രത്യാശ. ദുരന്തബാധിതരുടെ ഉരുളെടുത്ത രേഖകൾ വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾക്കും തുടക്കമായി. ദുരന്തത്തിൽ മരിച്ചവരുടെയും ഈടുവച്ച വസ്തുക്കൾ നഷ്ടമായവരുടെയും മുഴുവൻ വായ്പകളും കേരള ബാങ്ക് എഴുതിത്തള്ളും. ചൂരൽമല ശാഖയിലെ വായ്പകളാകും എഴുതിത്തള്ളുക. അനവധി മനുഷ്യജീവിതങ്ങളെയും ഒരു നാടിനെ ഒന്നാകെയുമാണ് ദുരന്തം തകർത്തുകളഞ്ഞത്. അതിജീവന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കരുതലോടെ നാം ഈ ജനതയെ ഇനിയും ചേർത്തു പിടിക്കണം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 വയനാട്. അപ്പോൾ വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് നാട് ഒന്നാകെ. ശ്രീരാജ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സേവനം കഴിഞ്ഞ് മടങ്ങുന്ന സൈന്യത്തിന് സ്നേഹവിരുന്ന് നൽകുകയാണ് കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ. കോഴിക്കോട്ടുകാരുടെ സ്നേഹം അത് ശ്രീരാജ് കാലിക്കട്ട് എടുത്തു കാണിക്കുന്നുണ്ട്.